ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല. നല്ല നാടൻ ഊണായിരുന്നു. ചൂട് ചോറിൻ്റെ കൂടെ ചുരക്കക്കറി, ചേന ഉപ്പേരി, തൈര്, കടുമാങ്ങ അച്ചാർ, പപ്പടം, ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചുരക്കയാണ്, പിന്നെ ഒരു കഷ്ണം ചേനയുണ്ട്, പിന്നെ ആവശ്യത്തിന് ചെറിയുള്ളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ വറുത്തിടാനായിട്ട് ഉണക്കമുളക്, പിന്നെ കറിവേപ്പില. ഇതൊക്കെ വറുത്തിടാൻ ആവശ്യത്തിനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ചുരക്കക്കറിയിലേക്ക് കുറച്ച് തേങ്ങ, അതും മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചുരക്കയുടെ തോലൊക്കെ എടുക്കാം. ഈ തോല് ഭയങ്കര നല്ലതാണെന്നാണ് പറയണത് കേട്ടോ. പക്ഷേ ഞാനിതിപ്പോൾ കളയാണ്. ചിലർ തോലുകൊണ്ട് ചട്നിയൊക്കെ അരയ്ക്കും. ഇതൊന്നും കഴുകിയതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല കിളുന്തായിട്ടുള്ള ചുരക്കയാണെങ്കിൽ ഉള്ളിൽ കുരുവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് മൂത്തതാന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ ചെറിയ കുരുക്കളൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ ഉള്ളിൽ നിന്ന് അത് മുറിച്ച് മാറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളിത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ചുരക്ക ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു വിസിൽ മതി. ഇനി ചുരക്കയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചുരക്ക മുങ്ങിക്കിടക്കണ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു വിസിൽ മതി. ഇനി നമുക്ക് ഈ ചേന ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചേനയത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ കഷ്ണം മുറിക്കേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും എല്ലാം ഈ ചേനയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയുള്ളി വട്ടത്തിലോ അതല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലോ അരിഞ്ഞെടുക്കാം. എല്ലാ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ തേങ്ങ അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരക്കയും വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടാവും. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലേ ഇട്ടിട്ടുള്ളൂ, പക്ഷേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും തീ കത്തിക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ തേങ്ങ. ഇനി മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കര തിക്കായിരിക്കും. തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ നല്ല നൈസായിട്ട് തന്നെ അരച്ച് കിട്ടും. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ട് ഒന്ന് തിള വന്നാൽ മതി. നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണയിൽ എണ്ണ വറുത്തിടണം കേട്ടോ. എണ്ണ ചൂടാവുമ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇളക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത്
ഇളക്കിയാൽ മതി. ഇനി നമുക്ക് ചേന ഉപ്പേരി ഉണ്ടാക്കാം. ഇതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ മിക്സാക്കി വെച്ചേക്കണ ചേന അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേനയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് വേവണ ചേനയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ചേനയിലുള്ള വെള്ളത്തിൻ്റെ അംശത്തോണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വേവണ ചേനയല്ല കേട്ടോ, കുറച്ച് വേവ് കുറവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ മൂടി വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം മൂടി വയ്ക്കുക. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റിൽ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചേന ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടണം. പിന്നെ കൈ വെച്ചൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. അതപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമ്മുടെ ചേന ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുണ്ട് കേട്ടോ ഈ ചേന ഉപ്പേരിക്ക്. നല്ല നാടൻ ഒരു മണവും സ്വാദൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചേന ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വയ്ക്കാം. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ തുറന്നാൽ മതി. 2 പപ്പടം കൂടെ വറുത്തെടുക്കാം. നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ചുരക്ക കറിയും ചേന ഉപ്പേരിയും പിന്നെ കൂടെ തന്നെ ഒരു അച്ചാറും പപ്പടവും തൈരും ഉണ്ടെങ്കിൽ തന്നെ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.